പ്രിയപ്പെട്ട ശോഭ, സുരേഷ്, രാധാകൃഷ്ണൻ, ഈ പറയുകയാണെങ്കിൽ കുറേ ആളുകളുണ്ട്. ഒന്ന് തെറ്റിപ്പോയാൽ എന്നോട് ആരും പിണങ്ങരുത്. കാരണം തിരിഞ്ഞു നോക്കുമ്പോഴേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് വിചാരിക്കണം. മനസ്സിലിരിക്കണം എൻ്റെ പഴയ സഹപ്രവർത്തകർ. ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോ എന്നോട് പലരും ചോദിച്ചു, ചേച്ചി പോയപ്പോ എന്താ ആരും കൂടെ വരാഞ്ഞേ? അത്യാവശ്യം 2-3 പേരെ വിളിച്ചു, അവര് വരികയും ചെയ്തു. പക്ഷെ ഇപ്പം ഞാനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ കോൺഗ്രസുകാരെ മൊത്തമായി ഞാൻ ഊറ്റിക്കൊണ്ടുപോകും. കാരണം എന്താന്ന് വെച്ചാല് ഇനിയും നിങ്ങൾ ഈ പീഡനം സഹിക്കണ്ട. 10 കൊല്ലം ഇവിടെ നിന്ന് ചവിട്ടും കുത്തും സഹിച്ചിട്ടുള്ള ആൾക്കാരാണ്. എനിക്ക് സ്റ്റേജിൽ വന്നിരുന്നപ്പോൾ ഒരു സന്തോഷം തോന്നിയത് ഇവിടുത്തെ കൗൺസിലർമാരെല്ലാം രംഗത്തുണ്ട്. പണ്ട് നിങ്ങൾ കോൺഗ്രസ്സിലുള്ളപ്പോൾ ഒരു കോൺഗ്രസ് മീറ്റിംഗ് വിളിച്ച ഏതെങ്കിലും കോൺഗ്രസ് കൗൺസിലർമാരെ കണ്ടിട്ടുണ്ടോ? അവർ കാര്യം കഴിഞ്ഞാൽ പോകും. പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. സ്വന്തം മണ്ഡലത്തിലും തന്നെയുള്ളൂ. കാരണം പിന്നെ അടുത്ത വർഷം വേറെ സ്ഥലത്തായിരിക്കുമല്ലോ. അപ്പൊ എനിക്ക് കൗൺസിലർമാരെ കണ്ടപ്പോഴാണ് എൻ്റെ ആദ്യത്തെ സന്തോഷം. സത്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം നമ്മുടെ കൂടെ ഏകദേശം 10-100 പേര് ഇനിയുണ്ട് കേട്ടോ. അടുത്ത മാസം വീണ്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ ഓരോ മാസമായിട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു. എല്ലാം കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? കാരണം പലർക്കും എന്താ പറയണ്ടത്, നമ്മളെ അക്കോമഡേറ്റ് ചെയ്യണം. പിന്നെ ചെറിയ അച്ഛനെ വേണ്ടാത്ത സ്വഭാവം കിട്ടിയുണ്ട്. കൂടെ നിൽക്കുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും എൻ്റെ ഒരു ശ്രദ്ധയുണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോരാ. കാരണം ഇപ്പൊ ശോഭയൊക്കെ ഇവിടെ ഉണ്ട്. ഈ പറഞ്ഞ മാതിരി പിന്നെ പുതിയ പ്രസിഡന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മുടെ വിഷമം കേൾക്കാനെങ്കിലും ഒരാളുണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്. എന്നോട് ചോദിക്കും എല്ലാവരും, സ്ഥാനം കിട്ടിയോ സ്ഥാനം കിട്ടിയോ? ഞാൻ ഇരിക്കാത്ത സ്ഥാനങ്ങളൊന്നും ഇല്ല. അപ്പൊ അതിനേക്കാളും വലുത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, മനസ്സമാധാനത്തിനാണ് എന്നെ ജയിപ്പിച്ചത്. അതെനിക്കിപ്പോ നല്ലോണുണ്ട്. രാത്രി ഉറക്കമുണ്ട്, രാത്രി ടെൻഷൻ ഇല്ല. പിന്നെ തൃശ്ശൂർ വരുമ്പോൾ അറിയാലോ, എനിക്ക് ഇവിടെ ഞാൻ രാഷ്ട്രീയക്കാരത്തെയല്ല. ഇവിടെ നിങ്ങളുടെ വീട്ടിലൊരു മെമ്പറാണ് ഞാൻ. ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും എൻ്റെ അച്ഛൻ്റെ ബന്ധങ്ങൾ, എൻ്റെ ബന്ധങ്ങൾ, അമ്മയുടെ ബന്ധങ്ങൾ, എൻ്റെ അമ്മ ജനിച്ചു പോകുന്ന കൂടിയാൽ നിങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം കണ്ടോളൂ, അടുത്ത കോർപ്പറേഷൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കും. ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്തുമെല്ലാം നമ്മൾ വരും. ഞാൻ പറഞ്ഞത് തെറ്റാറില്ല. ഞാനാണ് സുരേഷ് ഗോപി ജയിക്കെന്ന് പറഞ്ഞ ഒരേ ഒരാളാണ്. ഞാൻ പറയുന്ന കോർപ്പറേഷനിൽ നമ്മൾ ഭരണം പിടിച്ചെടുക്കും. ഭരണം എന്താ എന്നൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പൊ കണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണം കോൺഗ്രസ് പിന്നെ മുടിച്ചു. അവരെനിക്ക് അടുത്ത വർഷം 3ാമത് പോവാൻ വേറെ സ്ഥലമില്ലാത്തത് 3ാമത് വരും. ആ രീതിയിലാണ്. കാരണം കൂടെ കിടന്നാലേ രാപ്പനി അറിയുള്ളൂ. എനിക്കറിയാം ഇവരെങ്ങനെ സീറ്റ് കൊടുക്കാൻ പോണേ. അത് നടക്കും എല്ലാ കാര്യം. എത്രയോ ആളുകൾക്ക് അർഹതപ്പെട്ടവർക്ക് കിട്ടാണ്ട്. എനിക്കറിയാം ഇവർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്. അതിലപ്പുറം ആരും നന്നായിട്ടൊന്നുമില്ല ഈ 2-3 കൊല്ലം കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ BJPയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, സദാനന്ദനോട് പോയി സദാനന്ദൻ 6ാം ക്ലാസ് തൊട്ട് കോൺഗ്രസിന്റെ കൊടി പിടിച്ചാണ്. 26 കൊല്ലമായിട്ട് മണ്ഡലം പ്രസിഡന്റാണ്, SNDPയുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിനൊക്കെ മനസ്സ് മടക്കണമെങ്കിൽ എന്തായിരിക്കും ആ പാർട്ടിയൊക്കെ അദ്ദേഹത്തോട് ചെയ്തിരിക്കും. അന്ന് ഞാൻ അദ്ദേഹത്തെ കുറെ സഹായിക്കാൻ നോക്കിയോണ്ട് എനിക്ക് ഇത് അവരായിരുന്നു. അപ്പൊ അന്ന് എനിക്കറിയായിരുന്നു സദാനന്ദൻ അവിടെ നിൽക്കില്ല, സദാനന്ദൻ ഇങ്ങ് പോലുണ്ട്. അപ്പൊ ആൾക്കൊക്കെ മനസ്സിലായി BJP ആണ് ആൾക്ക് പറ്റിയ പാർട്ടി. എന്നാൽ നല്ലോണം പഠിക്കും. ഇവരൊക്കെ പണിയെടുക്കാനറിയാം. ഞാൻ തമാശയ്ക്ക് കോൺഗ്രസ്സുകാരെ പറ്റി പറയും, പണിയെടുക്കാനും പറയാം, പണി കൊടുക്കാനും പറയാം. അവരാദ്യം പണി കൊടുക്കും, എന്നിട്ട് പണിയെടുക്കും. അപ്പൊ അങ്ങനെ സ്വഭാവ സംഘടനയിൽ നിന്ന് പോരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പണിയെടുക്കാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്. ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ജസ്റ്റ് ഞാൻ ഇത്രയധികം സഹകരണമുള്ള ഒരു പ്രസിഡന്റ് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ നമ്മുടെ എൻ്റെ അച്ഛൻ്റെ പേരുള്ള കെട്ടിടമാണ്. അവിടെ പോലും എനിക്കൊരു നീതി കിട്ടിയിട്ടില്ല. ഒരു മുറി KPC വൈസ് പ്രസിഡന്റ് ആയിരുന്നു എനിക്ക് തന്നിട്ടില്ല. അത്രയും അപമാനിച്ചിട്ടാണ് ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അന്ന് ആ കെട്ടിടം പണിത കഥകളൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം എങ്ങനെയാണെന്നല്ല, എത്ര കെട്ട് മുടിച്ചിട്ടാണ് ആ കെട്ടിടം പണിതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കില്ല. എന്തായാലും വന്നവർക്ക് സ്വാഗതം, ഇനി വരാനിരിക്കുന്നവർക്കും സ്വാഗതം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ മതി. ഏതോ കോൺഗ്രസ് മീറ്റിംഗിലൊക്കെ സൗകര്യം പറഞ്ഞു കേട്ടു. എല്ലാവരും ഒറ്റക്കെട്ടായി എന്ന് പറഞ്ഞാൽ ഇതുവരെ
ഒറ്റക്കെട്ടായിട്ടല്ലേ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ BJP എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങൾ അധികം പുറത്തേക്ക് കാണില്ല. മറ്റൊരു ബഹളം വെച്ച് മറ്റൊരു മീറ്റിംഗ് ഇവിടെ കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കോൺഗ്രസിൻ്റെ 20 പേരുണ്ടായിരുന്നു, വെറും 20 പേര്. ഇവിടെ ഞാൻ 250 പേരെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു കോൺഗ്രസിൽ ഇരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്തായിരിക്കും. ഇന്നലെ ഒരാളൊരു കോൺഗ്രസ്സുകാരൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഈ ഭാഗത്താണ് മത്സരിക്കണേന്ന്. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറാം. ഞാൻ നീ രക്ഷപ്പെടലേടാ. എനിക്കത് പറയാൻ പറ്റുന്നത് ഭഗവാൻ അറിയിച്ചാണോന്ന് അറിയില്ല. അതോടുകൂടി ഞാൻ ഇനി ഇലക്ഷൻ നിൽക്കുമെന്നല്ല അറിയില്ല. അത് മനസ്സങ്ങ് തളർന്നു. പിന്നെ എനിക്ക് തോന്നി പറയേണ്ടിയിരുന്നില്ല. ഞാൻ ആലോചിച്ച് പറഞ്ഞതൊന്നല്ല, പെട്ടെന്ന് എൻ്റെ വായിൽ വന്നതാണ്. കാരണം ഇവരൊക്കെ എനിക്കറിയേ കൂടെ നിന്നിട്ട് കുത്തണം. അതാണ് അച്ഛൻ പണ്ട് പറഞ്ഞു എന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയെന്ന്. ചേട്ടൻ 2-3 പ്രാവശ്യം കുത്തി, എനിക്കും അത് തന്നെ. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആരാണ് ശരിക്ക് കുത്തിയതെന്ന് ഒരിക്കലും ഞാൻ തുറന്നു പറയും. അതോടുകൂടി ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എന്താ നടന്നെന്ന് മനസ്സിലായി. അതിനുള്ള സമയം നോക്കി നിൽക്കുകയാണ്. എല്ലാവർക്കും കുറച്ച് ഇതായിപ്പോയി. കാരണം ഇവിടെ വരുമ്പോൾ ഞാൻ ഇമോഷണലായി പോകും. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാ ആശംസകളും നടന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.